രഞ്ജി ട്രോഫിയിലെ കന്നി ഫൈനൽ എന്ന ചരിത്ര നേട്ടത്തിനരികിൽ കിരീടമെന്ന സ്വപ്നം നേടാൻ സാധിക്കാതെ മടങ്ങിയിരിക്കുകയാണ് സച്ചിൻ ബേബി നയിച്ച കേരള ടീം. ഫൈനലിന്റെ അവസാന ദിനം മത്സരം സമനിലയിൽ നിർത്തിയപ്പോൾ ഒന്നാം ഇന്നിംഗ്സിന്റെ ലീഡിന്റെ ബലത്തിൽ വിദർഭയ്ക്ക് കിരീടം സ്വന്തമായി. അഞ്ചാം ദിവസം മത്സരം ലഞ്ചിനു ശേഷവും വിദർഭയെ ആളൗട്ടാക്കാതെ വന്നതോടെ കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി സമനിലയിലേക്ക് സമ്മതിക്കുകയായിരുന്നു. ഇതോടെ കേരളം രണ്ടാം ഇന്നിംഗ്സിന് ബാറ്റിംഗിന് ഇറങ്ങാൻ സാധിച്ചില്ല. വിദർഭയുടെ മൂന്നാം കിരീടമാണിത്. വിദർഭയുടെ രണ്ട് ഇന്നിംഗ്സുകളിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ഡാനിഷ് മാൽവേർ പ്ലെയർ ഓഫ് ദ മാച്ചും ഹർഷ ദുബെ പ്ലെയർ ഓഫ് ദ സീരീസുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെയും സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെയും അനുഗ്രഹമായ ലീഡ്, പക്ഷേ ഫൈനലിൽ കേരളത്തിന് വില്ലനായി. ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് പിടിക്കാൻ അവസരമുണ്ടായിട്ടും അശ്രദ്ധമായി കളിച്ച് കയ്യെത്തും ദൂരത്ത് ലീഡ് കൈവിട്ടു. എന്നാലും ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ഫൈനൽ കളിച്ച് മത്സരം സമനിലയോടെ കേരളത്തിൽ തലയുയർത്തി മടങ്ങാം ഈ ടീമിന്. അവസാന ദിനത്തിൽ മത്സരം ഏറെക്കുറെ കൈവിട്ട രീതിയിലായിരുന്നു കേരളം ഇറങ്ങിയത്. പക്ഷേ സെഞ്ചുറി നേടിയ കരുൺ നായരെ പുറത്താക്കിയതോടെ തുടരെ വിക്കറ്റ് എടുക്കാൻ കേരളത്തിന് സാധിച്ചു. പക്ഷേ 10ാം വിക്കറ്റിൽ ദർശൻ നാൽഖണ്ഡെ, യാഷ് ഠാക്കൂർ സഖ്യത്തിന്റെ പ്രതിരോധം കേരളത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വിദർഭയ്ക്കായി കളിച്ച മലയാളി കരുൺ നായർ 295 പന്തിൽ 10 ഫോറും 2 സിക്സും ഉൾപ്പെടെ 135 റൺസ് എടുത്തു. ഈ രഞ്ജി സീസണിൽ 10 ഇന്നിംഗ്സുകളിൽ നിന്നും 960 റൺസ് നേടി യശ് റാത്തോഡ് ഉയർന്ന റൺസ് നേടിയ താരമായപ്പോൾ 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 68 വിക്കറ്റ് നേടി ഹർഷ് ദുബെ ഉയർന്ന വിക്കറ്റ് നേട്ടമുള്ള താരമായി മാറി.